ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണേ. ഞാൻ വന്നപ്പോൾ തന്നെ ചായ വെച്ച് മുറുക്കും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തീൻ്റെ ബർത്ത്ഡേ 24-ാം തീയതി ആയതുകൊണ്ട് നമ്മൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട് എന്നൊക്കെ പറയുന്നത് പ്രീ ബർത്ത്ഡേ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പറ്റിഷായ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയല്ല ചിക്കൻ ഫ്രൈ പോലെയും നമുക്ക് പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പുട്ടിന് അരിപ്പൊടി ഇവിടെ കിട്ടില്ല, റവേൻ്റെ പൊടി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ കടയിൽ സാധനം വാങ്ങാൻ പോയ സമയത്ത് റവേൻ്റെ പൊടി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റവപ്പൊടി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു എലൈറ്റിൻ്റെ പാക്കറ്റ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആര്യൻ്റെ കയ്യിൽ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കാൻ. അപ്പം ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് നല്ലോണം വഴണ്ട് വരണം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേക്കും നമുക്ക് ഈ ചിക്കൻ കറി. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് റവപ്പൊടി ആയതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതുകൊണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് കട്ടയാവും ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് തിളച്ച വെള്ളം അല്ലാത്ത വെള്ളം എന്തെങ്കിലും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ നമുക്കിവിടെ കറണ്ട് അടുപ്പായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗ്യാസിൽ വെക്കുന്ന പോലെയല്ല. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്നാക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ അച്ചിൽ പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ കയറ്റി വെച്ചു. ഹേ ഗായ്സ്, അപ്പം എന്താ പറയുക, നമ്മുടെ റവേൻ്റെ പുട്ടും കാണുന്നുണ്ടോ? ഓക്കെ, റവേൻ്റെ പുട്ടും നമ്മുടെ ചിക്കൻ കറിയും ഇതാണ് കേട്ടോ. ഈ ചിക്കൻ കറിയിൽ 2 വേർഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഈ ഒരു ഇതായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ തേങ്ങാപ്പാലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചോക്കാരൻ്റെ കൂടെ എന്തായാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇത്രയും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അടിപൊളിയായിരിക്കുന്നു. ഞാനത് പോയി കഴിക്കട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.